എല്ലാവർക്കും എഫ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണിത്. സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. സാധാരണ അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളന്നെടുത്തിട്ടില്ല. കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ബേക്കിംഗ് സോഡ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകാൻ പാടില്ല. 1 സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുട്ട ബജിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാനായിട്ടുള്ള മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസായിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഈ മാവിലൊന്ന് മുക്കിയെടുത്ത് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്കിതിട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മളിതിട്ട് കൊടുക്കാനായിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 4-5 ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒട്ടിപ്പിടിച്ചാലും നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒട്ടിപ്പിടിക്കുന്നത് മാറിക്കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒന്ന് സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ സൈഡ് ഒന്ന് ബ്രൗൺ നിറമായി കിട്ടും. എല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുത്താൽ മതി. ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. കുറച്ച് സമയം കഴിയുമ്പം ഈ സൈഡും ഒന്ന് മൂത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു നല്ല മുരിഞ്ഞിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പുറം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.